എത്രയും പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വി റെജി, ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അഴകപ്പൻ, പുസ്തകം സ്വീകരിക്കുന്ന പ്രൊഫസർ ഷിജോ ജേക്കബ്, പുസ്തക പരിചയം നിർവഹിക്കുന്ന രാഹുൽ കെ, ഗ്രന്ഥകാരൻ രാകേഷ് നാഥ്, മറ്റ് സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. പ്രിൻ്റ് ഹൗസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച എന്ന സംവിധായകനെന്ന ചലച്ചിത്ര പഠന ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വാസുദേവൻ നായർ. അദ്ദേഹം ചലച്ചിത്ര മേഖലയിലും മികച്ച സംഭാവനകളാണ് നൽകിയത്. തിരക്കഥയായിട്ടും സംവിധാനവുമായിട്ടും മലയാള ചലച്ചിത്ര ലോകത്ത് ഏറെ തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് കൂടിയാണ് പ്രിൻ്റ് ഹൗസ് ഈ ഗ്രന്ഥത്തിലൂടെ നിർവഹിക്കുന്നത്. ഞങ്ങളുടെ ലിറ്റററി എഡിറ്റർ കൂടിയായിട്ടുള്ള രാകേഷ് നാഥ് ഒട്ടേറെ ചലച്ചിത്ര പഠന നിരൂപണ ഗ്രന്ഥങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റു മേഖലയിലും നോവലിസ്റ്റ് എന്ന നിലയിലും കവി എന്ന നിലയിലും ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള രാകേഷ് നാഥിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് എന്ന സംവിധായകൻ. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഏറെ പ്രിയപ്പെട്ട വി റെജിയുടെ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. നോവലിസ്റ്റും സാമൂഹിക പ്രവർത്തനമൊക്കെ ആയിട്ടുള്ള വി റെജിയെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായിട്ട് അഴകപ്പനാണ്. ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ തൻ്റെ പ്രതിഭ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട അഴകപ്പൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. പുസ്തകം സ്വീകരിക്കുന്നത് പ്രൊഫസർ ഷിജോ ജേക്കബാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ചിത്രകലാ മേധാവിയായിട്ടുള്ള കലാനിരൂപകനായിട്ടുള്ള അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്തി നമ്മളോട് സംസാരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള രാഹുൽ കെ ആണ്. രാഹുലും നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. രാഹുലിനെ വളരെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ നമ്മുടെ താരം കൂടിയായിട്ടുള്ള പ്രിൻ്റ് ഹൗസിൻ്റെ ലിറ്റററി എഡിറ്റർ കൂടിയായിട്ടുള്ള രാകേഷ് നാഥിനെ വളരെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഫെഡറേഷൻ ഓഫ് മലയാളം പബ്ലിക്കേഷൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള അനിൽ വേഗ അടക്കമുള്ള സദസ്സിലെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കുവാനായിട്ട് വി റെജി മാഷെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വാസുദേവൻ നായർ മലയാള ഭാഷയിൽ നിന്നും മലയാളിയുടെ ദൃശ്യ അനുഭവത്തിൽ നിന്നും മലയാളിയുടെ കാൽപ്പനിക ജീവിതത്തിൽ നിന്നുമൊക്കെ വിട പറഞ്ഞു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഡിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംഭാവനകളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ശ്രീ രാകേഷ് നാഥിൻ്റെ ഡി ഒരു ചലച്ചിത്രകാരൻ എന്ന പുസ്തകം. തന്നെ അദ്ദേഹത്തിൻ്റെ
ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. താനൊരു നല്ല ചലച്ചിത്രകാരനല്ല എന്ന്. അത് വലിയൊരു അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവമാണ്. അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും ഓർമ്മക്കുറിപ്പുകളും ആകെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരു ദൃശ്യപരത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിലെ ചലച്ചിത്രകാരൻ അല്ലെങ്കിൽ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആള് സാഹിത്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സഞ്ചരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ആ കഥയൊക്കെ എഴുതുമ്പോൾ വളരെ കൃത്യമായ ചില ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഓരോ കഥാപാത്രത്തിൻ്റെയും മനോവിചാരങ്ങളും സംഭാഷണങ്ങളും ഒക്കെ അദ്ദേഹം എഴുതുന്നത്. ഒരു ദൃശ്യ ആഖ്യാനം മലയാളത്തിൽ ഇത്രയും സമ്പന്നമായി സംഭാവന ചെയ്ത ഒരു സാഹിത്യകാരൻ നമുക്ക് വേറെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രം എന്ന് അദ്ദേഹത്തെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ പറയുക. അതുകൊണ്ടാണ് അദ്ദേഹം ഞാനൊരു നല്ല ഫിലിം മേക്കർ അല്ല എന്ന് പറയുന്നത്. കാരണം ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ചലച്ചിത്രം എന്ന് പറയുന്ന വ്യത്യസ്തമായ മൗലികമായ മറ്റൊരു സർഗാത്മക ആവിഷ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുകൂടി ആ പ്രസ്താവത്തിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. ചലച്ചിത്രത്തിന് അതിൻ്റേതായ ഒരു വ്യാകരണമുണ്ട്, അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. അത് മറ്റ് സർഗാത്മക മേഖലകളിൽ നിന്നെല്ലാം അതിൻ്റേതായ അതിനാവശ്യമായ സംഗതികൾ എടുത്ത് അതിൻ്റേതായ ഒരു മുദ്ര, അതിൻ്റേതായ ഒരു അടയാളം രേഖപ്പെടുത്തുന്ന ഒരു കലയാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. അതിനകത്ത് സാഹിത്യമുണ്ട്, തത്വചിന്തയുണ്ട്, രാഷ്ട്രീയമുണ്ട്, സംഗീതമുണ്ട്, ചിത്രകലയുണ്ട്. ഇതിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചെടുത്ത് ഒരു പുതിയ ഒരു നൂതന സൃഷ്ടിയായി മാറുന്ന ഒരു ആവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ MD പറഞ്ഞ പ്രസ്താവം വളരെ ശരിയാണ്. അദ്ദേഹം ഒരു ചലച്ചിത്രകാരനല്ല. എന്നാൽ നമ്മുടെ സിനിമാ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മസംഘർഷങ്ങളെ എത്രമാത്രം അത് ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ വളരെ ഗംഭീരമായ ഒരു ആഖ്യാന തുടർച്ചയാണ് വാസ്തവത്തിൽ MDയുടെ സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് മലയാളി അദ്ദേഹത്തെ ഏറ്റവും അധികം കൊണ്ടാടുന്നത്. മലയാളിയുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് സാഹിത്യകാരൻ എന്നുള്ള പോലെ തന്നെ ഒരു സിനിമാക്കാരൻ എന്നുള്ള ആ സ്മരണയും അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം MDക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സിനിമ വളർന്നിട്ടുണ്ടോ, നമ്മുടെ സാഹിത്യം വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവാം. തീർച്ചയായിട്ടും MDയെ മറികടന്ന ചലച്ചിത്രകാരന്മാർ നമുക്കുണ്ട്. അരവിന്ദൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ സിനിമകൾ തീർച്ചയായിട്ടും MDയുടെ ഭാവുകത്വത്തെ മറികടന്ന ചലച്ചിത്രകാരന്മാരാണ്. അതുപോലെ തന്നെ സാഹിത്യത്തിലാണെങ്കിലും ആനന്ദും വിജയനും അടക്കമുള്ള ആൾക്കാർ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിനപ്പുറത്തേക്ക്, നമ്മുടെ ദേശീയതയ്ക്ക് അപ്പുറത്തേക്ക് സാർവദേശീയവും മാനവികവുമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ അന്വേഷിക്കുകയും അതിനെ സർഗാത്മകമാക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സാഹിത്യകാരന്മാർക്കൊക്കെ അവരവരുടെ കൃതികൾ പ്രകാശിപ്പിക്കാനുള്ള അവസരം നൽകിയ ആൾ MDയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അത് ഈ ചലച്ചിത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അരവിന്ദൻ്റെ ഒപ്പം ഒക്കെ ഒരുപാട് കാലം ജീവിക്കുകയും ആ സിനിമകളെക്കുറിച്ചും അടൂരിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ വലിയ അഭിപ്രായങ്ങളും മമതയും വെച്ച് പുലർത്തിയ ആളാണ് MD. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാഹിത്യത്തിലാണെങ്കിലും ഈ വിജയൻ്റെയും ആനന്ദിൻ്റെയും മുകുന്ദൻ്റെയും ഒക്കെ കൃതികൾ അദ്ദേഹത്തിൻ്റെ ഭാവുകത്വത്തെ തീർത്തും മറികടന്ന് പോയ കൃതികളാണ്. അതെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രാധിപർ എന്ന് പറയുന്നത് MDയാണ്. അപ്പോൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു എഴുത്തുകാരനും തൻ്റെ പരിമിതികൾ എന്താണെന്ന് ഒരിക്കലും പറയാറില്ല. തൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്, ഇല്ലാത്ത സാധ്യതകളും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു കാലത്താണ് തൻ്റെ പരിമിതി എന്താണെന്നും തൻ്റെ സാധ്യത എന്താണെന്നും ഒരേ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MD എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമല്ല, വാസ്തവത്തിൽ ഇപ്പോഴും ഒരു സജീവ സാന്നിധ്യമായി അദ്ദേഹത്തിൻ്റെ
കൃതികൾ, ചലച്ചിത്ര കൃതികളാണെങ്കിലും സാഹിത്യ കൃതികളാണെങ്കിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രകാശിപ്പിക്കാം എന്നേറ്റിരുന്നത് ഞങ്ങളുടെ നാട്ടുകാരനായ മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. രാകേഷ് നാഥിൻ്റെ ഒക്കെ മണ്ഡലത്തിൽ നിന്ന് MLA ആവുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്തിട്ടുള്ള ആളാണ് സജിച്ചെറിയാൻ. അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ ഇവിടെ മനസ്സുകൊണ്ട് കാണുകയാണ്. ഇപ്പോൾ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായ ഛായാഗ്രാഹകൻ ശ്രീ അഴകപ്പൻ സാറാണ്. അതുപോലെ തന്നെ പുസ്തകം സ്വീകരിക്കുന്നത് പ്രൊഫസർ ഷിജോ ജേക്കബാണ്. പിന്നെ ആശംസ അർപ്പിക്കാനായിട്ട് പുസ്തക പരിചയം നടത്തുന്നത് ശ്രീ രാഹുൽ MK ആണ്. അപ്പോൾ ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാനായി ശ്രീ അഴകപ്പൻ സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിന് പ്രൊഫസർ ഷിജോ ജേക്കബ് സാറിനെയും ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച അഴകപ്പൻ സാറിനെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കും. നമസ്കാരം. MT സാറുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ആസ് എ ക്യാമറമാൻ പുള്ളിയുടെ ഒപ്പം തന്നെ 3 മാസം 4 കെട്ട് എന്ന് പറയുന്ന ബുക്ക് സീരിയലൈസ് ചെയ്തപ്പം MT സാറുടെ കൂടെ യാത്ര ചെയ്തതാണ്. അപ്പോൾ MT സാറ് അറിയാതെ തന്നെ ചില ചിത്രങ്ങൾ ഞാൻ എടുത്ത് എൻ്റെ വീഡിയോയിൽ പകർത്തി വെച്ച് അത് MT സാർക്ക് എഡിറ്റ് ചെയ്ത് പുള്ളി അറിയാത്ത സമയത്തിൽ ഞാൻ കാണിക്കുകയും ചെയ്തു. ആ MT സാർ അത് കണ്ടിട്ട് ഇതൊക്കെ എപ്പോൾ ചെയ്തതെന്നുള്ള കൗതുകമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം ഹിഡൻ ക്യാമറ സാർ വിത്തൗട്ട് യുവർ പെർമിഷനാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ആ 4 കെട്ട് സീരിയൽ കഴിഞ്ഞ് കേരളത്തിൻ്റെ 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സീരിയലായിട്ട് മാറി. അപ്പോൾ ഞാൻ സിനിമാറ്റോഗ്രാഫർ വർക്ക് ചെയ്താലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോലെയാണ് വർക്ക് ചെയ്തത്. എവറി ഷോട്ട് എടുക്കും മുമ്പും എടുത്തു കഴിഞ്ഞിട്ടും പുള്ളിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നോക്കിയിട്ടാണ് അടുത്ത ഷോട്ടിലേക്ക് പോകുന്നത്. സോ നോർമലി അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് ഡയലോഗ് ഞങ്ങൾ തമ്മിൽ കണ്ണിൽ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് കട്ട് പറഞ്ഞ ശേഷം സാറ് നോക്കും, സാറ് എന്നെ നോക്കും. രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻ സൈലൻസ് ആയിരിക്കും. അപ്പോൾ 1 മോർ വേണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ സാറുടെ മുഖത്തിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് എനിക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അടുത്ത് പോയി ചെവിയിൽ ചോദിക്കും 1 മോർ ടേക്ക് എടുക്കണമെന്ന്. അപ്പം ഇത് കുറേ കാലം നെടുമുടി വേണുചേട്ടൻ ഇത് അബ്സർവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല, പക്ഷേ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടായിരുന്നു. പിന്നെ MT സാറുടെ ഡോക്യുമെൻ്ററി നാഷണൽ ലെവലിൽ ഷൂട്ട് ചെയ്യാനും ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് ടെലിവിഷനിൽ കാണിക്കാനുള്ള എ ക്വയറ്റ് ഫ്ലോ നിള എന്ന് പറയുന്ന ടൈറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് MT സാർ എവിടെ മീറ്റിങ്ങിൽ പോയാലും ഞാൻ ഓഡിയൻസിലിരിക്കും. ഇറങ്ങി വരുമ്പോൾ എൻ്റെ തോളത്ത് കൈവച്ചിട്ടേ പോവും. അത്രയ്ക്കൊരു വളരെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ പറ്റി ഒരു എഴുതിയ ബുക്കിന് എനിക്ക് കൈകൊണ്ട് തൊടാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു എവരിബഡി. പുസ്തകപരിചയം നിർവഹിക്കുന്നത് രാഹുൽ MK. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ EV റെജി സാറ്, ഈ പുസ്തകം പ്രകാശനം ചെയ്ത പ്രശസ്ത ഛായാഗ്രാഹകൻ ശ്രീ അഴകപ്പൻ സാറ്, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രൊഫസർ ജിജോ സാറ്, പ്രിയപ്പെട്ട രാകേഷ് നാഥ്, പ്രിയ സുനിൽ P മതിലകം, മറ്റ് ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെ, MT എന്ന മഹാനായ സാഹിത്യകാരൻ നമ്മെ വേർപിരിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷക്കാലം പിന്നിടുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അനശ്വരമായി തന്നെ മലയാളികൾ ഉള്ളിടത്തോളം കാലം തുടരുമെന്നതിൽ സംശയമൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് MT എന്ന സംവിധായകൻ എന്ന പ്രിൻ്റ് ഹൗസ് പ്രസിദ്ധീകരിച്ച രാകേഷ് നാഥിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് ലഘുവായി പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഈ പുസ്തകത്തിൻ്റെ രചയിതാവിനെ സംബന്ധിച്ച് 1-2 വാക്കുകൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ പുസ്തക രചനയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് വിവരിച്ചിട്ട് പുസ്തകത്തിന് ഒരു ലഘു പരിചയം നടത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
രാകേഷ് നാഥ് മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫിലിം അപ്രീസിയേഷൻ കോഴ്സും പാസ്സായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാഹിത്യം, സിനിമ, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇഷ്ടവിഷയങ്ങളാണ്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട അനവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൽ പത്മരാജൻ കലയും മനഃശാസ്ത്രവും, അരവിന്ദൻ കലയും ദർശനവും, മാധവിക്കുട്ടിയുടെ ചലച്ചിത്ര ലോകം, കാവാലത്തിൻ്റെ ചലച്ചിത്ര ലോകം എന്നീ നിരവധി പുസ്തകങ്ങൾ മലയാളത്തിന് ഇതിനോടകം തന്നെ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായി സിനിമയെ സമീപിക്കാനുള്ള കഴിവ് കൂടി ഈ പുസ്തകത്തിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് അധികം മലയാളത്തിലേക്ക് ഇനിയും അനേകം സിനിമാ സംബന്ധിയായ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. MD എന്ന സംവിധായകൻ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം 1973 ആദ്യമായി പുറത്തിറങ്ങിയ നിർമാല്യം മുതൽ 2001 പുറത്തിറങ്ങിയ ഒരു ചെറുപുഞ്ചിരി വരെയുള്ള 6 ചലച്ചിത്രങ്ങളാണ് പ്രധാനമായും ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ് തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഏകദേശം ചിത്രീകരണം പൂർത്തിയാകുകയും അത് നിർമ്മാതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പുറത്തിറങ്ങാതായ ദേവലോകം, പിന്നീട് 4 കെട്ട്, 1-2 ടെലിഫിലിമുകളെ സംബന്ധിച്ചും, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ലഭിച്ച വിവിധ അവാർഡുകളെ സംബന്ധിച്ചും കൃത്യമായ വിശകലനത്തോടു കൂടിയാണ് ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സത്യത്തിൽ ഇതൊരു പഠന ഗ്രന്ഥമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം MD എന്ന ഒരു ബഹുമുഖ പ്രതിഭയെ നമുക്കെല്ലാവർക്കും അറിയാം. പത്രാധിപർ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ MDയെ നാം എല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. ഇത് MD എന്ന സംവിധായകന്റെ പ്രതിഭയിലേക്കുള്ള ഒരു അടുത്തുകാണലാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ഗവേഷണ ഗ്രന്ഥം കൂടിയാണ് എന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ കാരണം അദ്ദേഹം വളരെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് MD എന്ന സംവിധായകൻ എന്ന ഈ പുസ്തകം. ഇത് പ്രധാനമായും സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ അഭിനേതാക്കളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ. ഇവിടെ നമ്മുടെ രാകേഷ് നാഥിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ, ഈ തിരഞ്ഞെടുക്കലിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. MD എന്ന സംവിധായകന്റെ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ അഭിനേതാക്കളെ കണ്ടെത്തുക എന്ന ഒരു അദ്ദേഹത്തിൻ്റെ മേന്മ, അത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ചിത്രങ്ങളിലെല്ലാം ഇത്തരം തിരഞ്ഞെടുക്കലിനെ സംബന്ധിച്ച് ഇവിടെ എഴുത്തുകാരൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ MD എന്ന സംവിധായകന്റെ, അതായത് ഒരു തിരക്കഥാകൃത്തിൽ നിന്ന് MD എന്ന സംവിധായകനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിണാമം, അത് ഒരു തിരക്കഥാകൃത്തിൽ നിന്ന് ഒരു സംവിധായകനിലേക്കുള്ള പരിണാമം ഒരു അനായാസമായ ഒന്നല്ല. പക്ഷേ MD അനായാസമായി ഒരു സംവിധായകനായി മാറുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ രാകേഷ് നാഥ് ഈ പുസ്തകത്തിലൂടെ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ കാരണം MD തന്നെ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ തിരക്കഥ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സിനിമ ഉണ്ടാകുന്നുണ്ട്. ആ സിനിമയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ പിന്നീട് വേണ്ടി വരുന്നുള്ളൂ എന്ന് MD തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഇതുകൂടാതെ രാകേഷ് നാഥിന്റെ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ ഒരു പഠനമായി നടത്തുമ്പോൾ MD എന്ന തിരക്കഥാകൃത്തിൽ നിന്ന് സംവിധായകനിലേക്ക് എത്തുന്ന ആ ഒരു ദൂരത്തെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രമുഖരായിട്ടുള്ള സംവിധായകരോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കം MD എന്ന സംവിധായകനെ പരുവപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായി ശരിക്കും തിരക്കഥാ സംബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം അദ്ദേഹത്തിന് വശമാണ് എന്ന് നമുക്കറിയാം. ഈ സംവിധാനത്തിൻ്റെ, അതായത് ഈ സംവിധാനത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് ഇത്തരം സുഹൃത്തുക്കളായിട്ടുള്ള എ വിൻസെന്റിനെ, പി ഭാസ്കരനെ പോലുള്ള സംവിധായകരുമായിട്ടുള്ള ഇടപെടലാണ് എന്ന് ഈ പുസ്തകത്തിലൂടെ രാകേഷ് നാഥ് നമ്മെ കാട്ടിത്തരുന്നുണ്ട്. പിന്നീട് എം ഡി എന്ന സംവിധായകന്റെ ചിത്രത്തിലെ അദ്ദേഹത്തിന് സ്വതസിദ്ധമായി അദ്ദേഹം ഒരു സംഭാഷണ രീതികളുടെ ശൈലി രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓരോ കഥാപാത്രത്തിനെയും അത് ഒരു സംഭാഷണ രീതി അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുണ്ട്. ഈ നിർമ്മാല്യം പോലുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 50 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന അതിൽ ഇത്തരം സംഭാഷണ രീതികളുടെ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ശൈലികൾ ഈ പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അതിൽ ഈ പകൽ മുഴുവൻ ഭിക്ഷ എടുത്തിട്ട് വന്ന വെളിച്ചപ്പാട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹം കുറേ മൗനത്തിന് ശേഷമാണ്, ഒരു നിശബ്ദതയ്ക്ക് ശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സംഭാഷണം ഉണ്ടാകുന്നത്. ഇനി ഇത്തരത്തിൽ സാങ്കേതികമായിട്ട് പുതിയ ഒരു സംഭാഷണ രീതി തന്നെ ചിത്രങ്ങൾക്ക് കൊണ്ടുവരാൻ എം ഡിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേന്മയും പിന്നീട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്, ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ എന്നത് ഏറ്റവും കൂടുതൽ ദൃശ്യാത്മകമാക്കുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതിൽ എം ഡി പൂർണ്ണമായും അനായാസം വിജയിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാം. ഇതിൽ ഒന്ന് രണ്ട് പല സിനിമകളുടെയും ഇത്തരം ദൃശ്യാത്മകമാക്കുന്ന സീനുകൾ നമ്മളുടെ മനസ്സിലുണ്ട്. അതിലെ ഒരു നിർമ്മാല്യത്തിലെ ഒരു സീൻ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചിട്ട് എൻ്റെ ഇത് അവസാനിപ്പിക്കാം. സീൻ 84. വെളിച്ചപ്പാട് നിൽക്കുന്നു. ചാരിയ വാതിലിന്മേൽ ഒരു സ്ത്രീയുടെ കൈ പുറത്തു വരുന്നത് നടുക്കത്തോടെ അയാൾ കാണുന്നു. ഭാര്യ നാരായണി. അവർ ധിക്കാരത്തോടെയല്ല, ദുഃഖം കലർന്ന ആത്മനിന്ദയോടെ മുഖം കുനിച്ചു നിൽക്കുന്നു. നിമിഷങ്ങൾക്ക് കനം പെരുകി വരുന്നു. ഇപ്പോൾ എന്തും സംഭവിക്കാം. അയാൾ ഇളകിയപ്പോൾ അരമണിയും ചിലമ്പും ശബ്ദിക്കുന്നു. ആ ശബ്ദം നാരായണിയുടെ മുഖത്ത്. അവർ സാവധാനം മുഖമുയർത്തുന്നു. പതറാതെ മുമ്പിൽ രക്ഷിക്കാനും സംഹരിക്കാനും കെൽപ്പുള്ള പള്ളിവാൾ പിടിച്ചു നിൽക്കുന്ന ഭർത്താവ്. കനം തൂങ്ങുന്ന നിമിഷങ്ങൾ. ഉത്കണ്ഠയുടെ പാരമ്യതയിൽ കണ്ണുകൾ ദ്രുതഗതിയിൽ ചലിപ്പിച്ചു കിടക്കുന്ന വൃദ്ധൻ. അയാളുടെ നിസ്സഹായത. വെളിച്ചപ്പാട് സ്വരമുയർത്താതെ, എൻ്റെ 4 മക്കളെ പെറ്റ നീയോ നാരായണി. വെളിച്ചപ്പാട് കിതയ്ക്കുന്നു. നാരായണി സ്വരമുയർത്താതെ, അന്യന്റെ മുഖത്ത് നോക്കാതെ വളർന്നോളാണ് ഞാൻ. ഈ 42-ാം വയസ്സിൽ എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ്. വെളിച്ചപ്പാട് കിതച്ചുകൊണ്ട് നാരായണി, ഈ വീടെങ്ങനാ കഴിഞ്ഞിരുന്നത്? ഭഗവതിയെ രക്ഷിക്കാൻ നടക്കുമ്പോൾ ഈ വീട്ടിലെ തീ എരിഞ്ഞിരുന്നില്ല. അത് അന്വേഷിക്കാൻ ആർക്കും സമയവും ഉണ്ടായിരുന്നില്ല. വെളിച്ചപ്പാട് നിൽക്കുന്നു, വാളും ചിലമ്പും വിറയ്ക്കുന്നു. ഇത്തരത്തിൽ തിരക്കഥയെ ഇത്രയധികം ദൃശ്യാത്മകമാക്കുന്നതിൽ എം ഡി എന്ന സംവിധായകന്റെ മികവ് പ്രശംസനീയമാണ്. അത് അങ്ങനെ വളരെ ഗഹനമായിട്ട് ഇത്തരം പല അദ്ദേഹത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകളെ പലതും, മനുഷ്യന്റെ ജീവിതം, ഭക്തി, തൊഴില്, അങ്ങനെ മറ്റു പല മേഖലകളും എം ഡിയുടെ സംവിധാനത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാമുള്ള ഒരു പഠനമുണ്ട്. സത്യത്തിൽ എം ഡി എന്ന സംവിധായകൻ എന്ന ഒരു പ്രതിഭയെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ പ്രിയ രാകേഷ് നാഥ് ചെയ്യുന്നത്. തുടർന്നും അദ്ദേഹത്തിന് കൂടുതൽ രചനകൾ സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം 4 മിനിറ്റും 46 സെക്കൻഡാണ് ഇതിന് അവശേഷിക്കുന്നത്. പുസ്തകം സ്വീകരിച്ച പ്രൊഫസർ ഷിജോ ജേക്കബ് സാറ് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഞാൻ എം ഡി എന്ന മഹാമേരുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. കാരണം ബഹുമുഖമായിട്ടുള്ള എഴുത്തുകാരനും തിരക്കഥാകൃത്തും ചെറുകഥാകൃത്തും നോവലിസ്റ്റും ജേർണലിസ്റ്റും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള വലിയൊരു മഹാമേരുവായിട്ടുള്ള എം ടി വാസുദേവൻ നായർ എന്ന ആ മനുഷ്യനെ വളരെ ദൂരെ നിന്ന് മാത്രം കാണുകയും പുസ്തകത്തിലൂടെ മാത്രമേ പരിചയപ്പെട്ടുള്ള ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് 90കളുടെ അവസാനം ഞാൻ ഡൽഹിയിലെ ഒരു കലാവിദ്യാർത്ഥിയായിട്ട് ജീവിക്കുമ്പോൾ, അന്ന് അവിടുത്തെ
സാഹിത്യ അക്കാദമി, നാഷണൽ സാഹിത്യ അക്കാദമിയിൽ ഒരു സെമിനാർ, അന്താരാഷ്ട്ര സെമിനാർ നടക്കുമ്പോൾ അവിടെ എത്തിയ കുറേ എഴുത്തുകാരോടൊപ്പം ഒരു ഒറ്റമുണ്ട് കൊടുത്ത് അതിൻ്റെ കോന്തലയും പൊക്കി പിടിച്ച് ഒരു കട്ടം പിടിയും വലിച്ച് സാഹിത്യ അക്കാദമി ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു എം ഡിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് കാണുന്ന എം ഡി കാണുന്നത് പറഞ്ഞാൽ 70കളിൽ 73ലാണ് അദ്ദേഹം നിർമാല്യം എന്ന സിനിമ എടുത്തത്. ഞാനൊക്കെ 80കളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഈ അവസാന വർഷം അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് മുന്നേ ആയിട്ട്, ഒരു വർഷം അവസാനിക്കുമ്പോഴായിട്ട് ഫിലിം ഷോ നടത്താറുണ്ട് സ്കൂളുകളിൽ. അപ്പോൾ ആരോ കൊണ്ടുവരുന്നു, നമ്മുടെ പ്രൊജക്ടർ കൊണ്ടുവരുന്നു, തിരശ്ശീല കെട്ടുന്നു, സിനിമ കാണിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ, സ്കൂളിൽ വെച്ച് കണ്ടൊരു സിനിമ നിർമാല്യമായിരുന്നു. യഥാർത്ഥത്തിൽ അത് എം ഡിയുടെ ആണെന്നോ അത് നിർമാല്യമാണെന്നോ അത് പറയുന്ന രാഷ്ട്രീയം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമുള്ള സമയത്തല്ല അത് കണ്ടത്. എങ്കിലും ഞാൻ ഇന്നത് ആലോചിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ സിനിമ സ്കൂളിൽ കാണിക്കാൻ പറ്റിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു സംശയം നമ്മൾ നിലനിൽക്കുന്നുണ്ട്. എം ഡി എന്ന ഈ മനുഷ്യൻ, ഈ മഹാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളും എല്ലാവരും വളരെ കൃത്യമായിട്ടും രേഖപ്പെടുത്തുമ്പോൾ രാകേഷ് ഇവിടെ ചെയ്യുന്നത് അദ്ദേഹം എന്ന സംവിധായകനെയാണ്. പലപ്പോഴും നമ്മൾ ഈ നിർമാല്യം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു രാഷ്ട്രീയം മാത്രമാണ് പറയുന്നത്. എന്നാൽ അതിൽ രാകേഷിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു പരിസരം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം എം ഡി അതിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ശ്രദ്ധിച്ചിട്ടുള്ളത്, പലപ്പോഴും പലരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാത്രമുള്ളൂ. കാരണം 50കളിലും 60കളിലും 70കളിലും ഉണ്ടായിട്ടുള്ള ഒരു ഗ്രാമീണമായ അന്തരീക്ഷം, അവിടുത്തെ മനുഷ്യർ, അവരുടെ സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള ജീവിതം, വിശ്വാസവും ലോജിക്കും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇത്തരം പല കാര്യങ്ങൾ രാകേഷ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ എല്ലാ സിനിമയിലും കടക്കുന്നില്ല, സമയപരിമിതിയുള്ളതുകൊണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ദൂരെ മാറി നിന്ന് കാണുന്ന ഒരു മനുഷ്യരെ കാണാനായിട്ട്, ഇപ്പം അഴകപ്പ സാറിനെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആളാണ്. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ കാണുന്ന, അങ്ങനെ ദൂരെ നിൽക്കുന്ന മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പഠിക്കാൻ ഉതകുന്ന നല്ലൊരു പഠന ഗ്രന്ഥമാണ് രാകേഷ് നാഥ് എഴുതിയത്. രാകേഷിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മറുവാക്കിനായി ഗ്രന്ഥകാരൻ രാകേഷ്നാഥനെ ക്ഷണിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെയൊരു അവസരം തന്ന എം ടി എന്ന സംവിധായകൻ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് എഴുതാനും പ്രസിദ്ധീകരിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം തന്ന പ്രിന്റ് ഹൗസിൻ്റെ സാരഥി ശ്രീ സുനിൽ പി മതിലകത്തോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഇന്ന് അധ്യക്ഷത വഹിച്ച ശ്രീ ഇ വി റജി സാഹിത്യകാരനാണ്. പുസ്തക പരിചയം ചെയ്ത രാഹുൽ എം കെ, പുസ്തകം സ്വീകരിച്ച പ്രൊഫസർ ഷിജോ ജേക്കബ് സാറ്, എല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ എ വിൻസെൻ്റ് എന്ന് പറയുന്ന ഛായാഗ്രഹകനുമായി ഞാൻ ഒറ്റ തവണമാണ് കണ്ടത്. അന്നാണ് ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക മേഖലയുടെ ഏറ്റവും വലിയ ഒരു പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫിയാണ്. ഈ പലപ്പോഴും സിനിമാറ്റോഗ്രാഫി നമ്മുടെ നാട്ടിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ശരിക്കും ഒരു ഫൈൻ ആർട്സ് സബ്ജക്റ്റായിട്ട് മാറ്റേണ്ടതാണെന്ന് ഞാനും ഷിജോ ജേക്കബ് സാറും എപ്പോഴും പറയുന്ന ഒന്നാണ്. വാസ്തവത്തിൽ സിനിമാറ്റോഗ്രാഫിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എം ടി സാങ്കേതികപരമായിട്ട് ഇത്രയും അറിവ് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. നിർമാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ലിസ്റ്റിൽ കൊടുക്കുമ്പോൾ എം ടി സാർ ഒരിക്കൽ ഈ 2ാം യൂണിറ്റ് ആയിട്ടുള്ള മൂർത്തി സാറിന് വരെ അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പം ഈ സിനിമാറ്റോഗ്രാഫിക്ക് നൽകിയ എം ടിയുടെ സംഭാവനകളെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും, പ്രത്യേകിച്ച് സിനിമ പഠിക്കുന്നവർക്കെല്ലാം തന്നെ ഈ പുസ്തകം ഒരു സഹായകരമാവും എന്ന് തന്നെ കരുതുന്നു. പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ അഴകപ്പൻ സാറിന് എൻ്റെ വലിയ സ്നേഹവും സന്തോഷവും എല്ലാം അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് സഹകരിച്ച സദസ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.